Hello guys, it's me Boy. So, ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞു സോ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാരുതി സുസുക്കിയുടെ സൗത്ത് പാർക്കിൻ്റെ ഒരു ഷോറൂമിലാണ്. ഇത് ചാക്കിലുള്ള ഒരു ഷോറൂമാണ്. സോ ഇവിടെ നിന്നാണ് നമ്മൾ മാരുതി സുസുക്കി 2024 സ്വിഫ്റ്റിൻ്റെ റിവ്യൂ എടുക്കാൻ പോകുന്നത്. ലൈക്ക് വാക്ക് അറൗണ്ട് ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുത്തേക്കുന്നതായിരിക്കും. സോ അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും ഈ കണ്ടന്റ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നേരെ മെയിൻ കണ്ടന്റിൽ പോകാം ഗൈസ്. സോ ഹലോ ഗൈസ്, ദിസ് ഇസ് ദ കീ ഓഫ് ദ കാർ. അപ്പോൾ നമ്മൾ നോർമലി സ്വിഫ്റ്റിൽ കാണുന്ന കീ തന്നെയാണ്. ലോക്കോ അൺലോക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി വ്യത്യാസമൊന്നുമില്ല. നമുക്ക് സ്ട്രൈറ്റ് അവേ നമുക്ക് കാണുന്നത് പോലെ ഇപ്പം ഫസ്റ്റ് തന്നെ സുസുക്കി സ്വിഫ്റ്റിൻ്റെ ലൈക്ക് ഫ്രണ്ടിലെ ആ ഒരു ഹണി കോമ്പിൻ്റെ ഡിസൈന് മൊത്തത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ലോഗോൻ്റെ പ്ലേസ്മെൻറ്റ് പഴയ സ്വിഫ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹണി കോമ്പിൽ തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്വിഫ്റ്റിൻ്റെ ലൈക്ക് ലോഗോ വന്നേക്കുന്നത് നമുക്ക് ലൈക്ക് ആ ഒരു ബോഡി തന്നെയാണ് വന്നേക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ നമ്മുടെ ആ ഒരു എൻജിൻ ബേ കവർ ചെയ്യുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ കൂടെ ഒരു കട്ട് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിൽ ഫുള്ളി ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളെ മിനി കൂപ്പർ വൈബ് അത് നൽകുന്നുണ്ട് എന്തായാലും. പിന്നെ ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ ഇവിടെ ഒരു കട്ട് ആൻഡ് ക്രീസസ് തരുന്നത് കൊണ്ട് ഒരു വേറൊരു ലുക്ക് നമുക്ക് തരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലുക്കാണ് വരുന്നത്. ഹണിക്കോമ്പ് ലൈക്ക് പഴയ സ്വിഫ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് പോലെ താഴെ കൂടെയൊക്കെ പോകുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ ഇതിൽ ഡിഫറൻസ് ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇതിൽ ഒറ്റ യൂണിറ്റാണ് വരുന്നത്. ഹോൺ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, സുസുക്കി ലോഗോ, ഹെഡ്ലൈറ്റ് യൂണിറ്റ്, പിന്നെ നമുക്ക് ഫോഗ് ലൈറ്റും LED ആണ്. ഇവിടെ ഒരു സ്പ്ലിറ്റർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഒരു ടോപ്പ് ട്രിം മോഡലാണ്. ലൈക്ക് ടോപ്പ് ട്രിം മോഡൽ ഓട്ടോമാറ്റിക് ടോപ്പ് ട്രിം മോഡലാണിത്. അതിലിപ്പോൾ സ്പ്ലിറ്റർ എക്സ്ട്രാ കയറ്റിയിട്ടുള്ളത് കമ്പനി സ്പ്ലിറ്ററാണ്. ആൻഡ് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള LED എന്ന് വെച്ചാൽ ഇവിടെ ഇത്ര LED ഉണ്ടാണ്. ലൈക്ക് പ്രൊജക്ടർ LED ആണ്. ഇൻഡിക്കേറ്റർ വരുന്നത് ഹാലജൻ ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. മൊത്തത്തിൽ കാണാൻ ഒരു വെറൈറ്റി ലുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോട്ട്സ് എന്നുള്ളതൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് മൊത്തത്തിൽ കാണാനുള്ള അപ്പിയറൻസ് എന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് റെഡും ലൈക്ക് ബ്ലാക്കുമായിട്ട് വരുന്ന ഡ്യുവൽ ടോൺ കളറായിട്ട് വരുന്ന ഒരു വേരിയൻ്റാണ്. നമുക്ക് ഡ്യുവൽ ടോൺ കളർ വേരിയൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ വൈറ്റും ബ്ലാക്ക് ആസ് വെൽ ആസ് ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അതിൽ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് ടയർ സൈസ് പറയാനാണെങ്കിൽ 15 ഇഞ്ച് വീലാണ് വരുന്നത്. 185/65 R15 ആണ്. ഇത് ടോപ്പ് ട്രിം ആയതുകൊണ്ടാണ് ഈ വീല്. ഇതിൻ്റെ താഴത്തെ ബോട്ടം ട്രിമ്മിന് ലൈക്ക് ഒരു സൈസ് കുറവാണ്. പിന്നെ ഇത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. ഇവിടെ ബാക്ക് സൈഡ് ഫെൻഡേഴ്സ് എല്ലാം ചെയ്തേക്കുന്ന എക്സ്ട്രാ ചെയ്തേക്കാണ്. റിക്വ സെൻസേഴ്സ് നമുക്ക് ബോത്ത് ആസ് ലൈക്ക് കോ പാസഞ്ചർ ആസ് വെൽ ആസ് പാസഞ്ചറിന് വരും. പിന്നെ നിങ്ങൾക്ക് കാണുന്ന പോലെ ഡ്യുവലായിട്ടുള്ളൊരു പെയിൻറ്റിങ് സ്കീമാണ്. ഇവിടെ നമ്മൾ കണ്ണാടി കൂടെ തന്നെയാണ് ഇൻഡിക്കേറ്ററും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ക്യാമറ ഒന്നുമില്ല കേട്ടോ, ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. പിന്നെ ഇതാണ് സൈഡ് പ്രൊഫൈലിൽ പറയാനാണെങ്കിൽ സുസുക്കി ആണെങ്കിൽ ലൈക്ക് സുസുക്കി സ്വിഫ്റ്റിന് ഈ ഒരു വേരിയൻറ്റിന് വേണ്ടി ഡയമെൻഷനിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മൾ പഴയ ലൈക്ക് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിനേക്കാളും നീളം കുറച്ച് കൂടുതലാണ്, ഹൈറ്റ് കുറച്ച് കുറവുണ്ട്. വിച്ച് ആഡ്സ് ടു ദ എയറോഡൈനാമിക്സിന് ബെറ്ററായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത്. ആൻഡ് മൊത്തത്തിൽ ഇതാണ് എൻ്റെ ഒരു ലുക്ക്. പിന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന അല്ല വരുന്നത്. ഇവിടെ ചെറിയൊരു ഇങ്ങനത്തെ ഒരു സെറ്റപ്പും ഈ ഒരു വൈപ്പർ നമുക്ക് എല്ലാ വേരിയൻസിനും അവൈലബിൾ ആണ്. ടോപ്പ് എൻഡ് മാത്രമല്ല എല്ലാ വേരിയൻസിനും അവൈലബിൾ ആണ്. പിന്നെ ഡിക്കി സ്പേസ് വന്നിട്ട് നമുക്ക് പഴയതിൽ 268 ലിറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ ഇതിൽ എന്ന് പറയുമ്പോൾ 265 ലിറ്റേഴ്സിലോട്ട് ചുരുങ്ങി അത് 3 ലിറ്റേഴ്സാണ്. പിന്നെ സീറ്റ് വന്ന് മടക്കുന്നത് 60/40 സ്പ്ലിറ്റാണ്. പിന്നെ ഡോറൊക്കെ അത്യാവശ്യം നമുക്ക് കനം തോന്നിക്കും. കാരണം നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല, 20 കിലോ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ ബാക്കിലെ LED യൂണിറ്റ് വന്നിട്ട് ഒരു പുതിയൊരു യൂണിറ്റാണ്. ലൈക്ക് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ പുതുതാണ്. ആൻഡ് ഇതിലും ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഇത് മാത്രമാണ് LED. ഇത് LED അല്ല. ലൈക്ക് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ട് ഹാലജൻ തന്നെയാണ്. ബാക്കിൽ ഡിസൈൻ വന്നിട്ട് ഇവിടുത്തെ ബമ്പറും നമ്മുടെ സ്പ്ലിറ്റേഴ്സും എക്സോസ്റ്റിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലുള്ള കിറ്റിന് ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ കാണുന്നുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റാണ് വരുന്നത്. ഇവിടെ ബാക്ക് ലൈറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ വൈപ്പറുണ്ട്, പിന്നെ സുസുക്കി ലോഗോ സ്വിഫ്റ്റ്, ഇത്രയാണുള്ളത്. ഇവിടെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ബാക്ക് സീറ്റ് ഇങ്ങനെയാണ്. ബാക്ക് സീറ്റ് നമുക്ക് ഡോർ ഓപ്പണിങ് ഇവിടെ ആയിരുന്നു പണ്ട്, നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം. അപ്പോൾ സുസുക്കി സ്വിഫ്റ്റ് ആണെങ്കിൽ ലൈക്ക് സുസുക്കിക്കാരാണെങ്കിൽ ഒരു സർവേ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഇൻകൺവീനിയൻ്റ് ആണ്. ലൈക്ക് ഇവിടെ ഒരു ഡോർ വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെ ആയിരുന്നു തേർഡ് ജനറേഷനിലെ ഡോർ വരുന്നത്. പക്ഷേ അപ്പം ഈ സർവേ പ്രകാരം അത് മാറ്റി. കാരണം കുറേ അവർക്ക് ഇൻകൺവീനിയൻസ് വരുന്നതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇപ്പം ട്രഡീഷണലി നമുക്ക് ഉള്ള ഡോറിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. ആൻഡ് അകത്ത് കയറിയിട്ട് ബാക്കി പറയാം. സോ അകത്ത് കയറിയിട്ട് പറയാനാണെങ്കിൽ ഒരു ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സാണ് മൊത്തത്തിൽ വരുന്നത്. ആവശ്യത്തിന് ലെഗ് റൂമും ഹെഡ് റൂമും ലൈക്ക് ഫീറ്റ് റൂമും എല്ലാം ഉണ്ട്. പിന്നെ ബാക്കിലുള്ള അഡീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ AC റിയർ AC വരും. പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റ് ആയിട്ടുള്ള
ടൈപ്പ് സി രണ്ടിടത്തും വരും. പിന്നെ ഇവിടെ ഒരു ഫോണും വയ്ക്കാം. ബാക്കിലത്തെ ബാക്കി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് ഇതൊരു ഗുഡ് അഡീഷനാണ്, പഴയ സ്വിഫ്റ്റിന് ഇതില്ല. അപ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. പിന്നെ ഇവിടുന്ന് ഇതാണ് ബാക്കിൽ നിന്നുള്ള ഫ്രണ്ടിലത്തെ വ്യൂ. ഫ്രണ്ടിലത്തെ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ബലേനയുടെയൊക്കെ ഒരു ലുക്ക് വരുന്നുണ്ട് ആക്ച്വലി. ആ സ്ക്രീനും ആ ക്ലൈമറ്റ് കൺട്രോൾ AC യൂണിറ്റൊക്കെ ഒരു ബലേന വൈബുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കയറിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ടിലത്തെ ലൈക്ക് പാസഞ്ചർ ആസ് വെൽ ആസ് കോ പാസഞ്ചറിന് മാത്രമേ നമുക്ക് പാസീവ് എൻട്രി ആയിട്ടുള്ള സ്വിച്ച് ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ ഇവിടുത്തെ സെറ്റപ്പ്സ് എന്ന് വെച്ചാൽ നമ്മൾ മിറർ യൂണിറ്റ്സും ഇവിടെ ചെറിയൊരു പാറ്റേൺ ഉണ്ട് ആക്ച്വലി. ഇത് സാധാ ലോക്കിംഗ് സെറ്റപ്പ്. ഇവിടെ 1 ലിറ്റർ ബോട്ടിൽ കയറും. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ ഒരു പാഡ് ഉണ്ട് ആക്ച്വലി, ഫാബ്രിക്. ഇറ്റ്സ് എ ഗുഡ് അഡീഷൻ. ഇവിടെ ആ ഒരു പാഡുണ്ട്, ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഇവിടെ രണ്ടിടത്തും കൊടുത്തിട്ടുണ്ട്. ഡോറും ആവശ്യത്തിന് വൈഡാണ്, ടാറ്റയുടെ അത്ര വൈഡല്ല ബട്ട് സ്റ്റിൽ വൈഡാണ്. ഇതാണ് ഫ്രണ്ടിൽ ഇതിനകത്തുള്ള വ്യൂ. ഇത് മൊത്തത്തിൽ ബ്ലാക്ക് ആണ് ആൻഡ് സോ ലാസ് ലൈക്ക് ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് വൈബ് വരുന്നുണ്ട്. സീറ്റ് വരുന്നത് നമുക്ക് ഫാബ്രിക് അപ്പോൾസ്ട്രിയാണ് വരുന്നത്. ആക്ച്വലി ലെതറൈറ്റും ലൈക്ക് നമ്മുടെ ലെതറും അല്ല വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എഡിഷൻ കുറച്ചുകൂടി കൂടും എന്നുള്ളതുകൊണ്ട് ലൈക്ക് അത് അവർ അവോയ്ഡ് ചെയ്തേക്കാണ്. അതുമല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വരുന്നതുകൊണ്ട് പിന്നെയും കോസ്റ്റ് കൂടും. അതുകൊണ്ട് അവർ എക്കണോമിക്കലി അതങ്ങ് അവോയ്ഡ് ചെയ്തു. നമുക്ക് ഇനി അകത്ത് കയറിയിട്ട് സംസാരിക്കാം. സോ സ്റ്റാർട്ടിങ് പറയുന്നത് നമുക്ക് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീല് നമുക്ക് സ്ഥിരമായിട്ട് കാണുന്നതല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ചെറിയ ഗ്ലോസി ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. സ്റ്റിയറിംഗ് വീല് നല്ലൊരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് ഉണ്ട്. ലൈക്ക് ഒരു ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണിത്. പിന്നെ ബാക്കിയുള്ള യൂണിറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മോഡ്സ് മാറ്റാനുള്ളത് നമ്മുടെ ക്രൂസ് കൺട്രോൾ, ഹോണ്. പിന്നെ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സുസുക്കി സ്വിഫ്റ്റ് ഫുള്ള് സർക്കുലർ ആയിട്ടുള്ളതായിരുന്നു, AC വെൻസും അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ. സോ ദേ ഹാഡ് ട്വീക്ക് ദാറ്റ് ആസ് വെൽ. ലൈക്ക് അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു AC വെൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്ക് വരുന്ന ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നതൊക്കെ നമ്മുടെ ബലേനയുടെ അതേപോലത്തെ യൂണിറ്റാണ്. സ്ക്രീനും വന്നിട്ട് ഏതാണ്ട് ബലേനയുടെ പോലത്തെ മൊത്തത്തിലൊരു ബലേന വൈബാണ് എനിക്ക് നൽകുന്നത് പുതിയൊരു സ്വിഫ്റ്റ് 2024 സ്വിഫ്റ്റ്. സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാബ്രിക് അപ്പോൾസ്ട്രി ആണ്, ലെതറൈറ്റ് അല്ല. ആൻഡ് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു മെറ്റീരിയലാണ്, ഇവിടെ ഒരു ടെക്സ്ചറുണ്ട്, ഇവിടെ ഒരു മെറ്റീരിയലാണ്. ഗ്ലൗ ബോക്സ് ഡീസൻറ്റ് സൈസാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. സ്ക്രീൻ ഇതാണ്, ഇത് കുറച്ച് നല്ല ആവശ്യത്തിന് വലിയൊരു സ്ക്രീൻ. ലൈക്ക് ഇതൊരു ബലേന വൈബ് എനിക്ക് നൽകുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു സ്റ്റിയറിങ്ങും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓൺ ആക്കാം. സോ ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ. സോ ഡെഡ് പെഡൽ പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നു. ഇവിടെ 2 ഡിസ്പ്ലേ ആണ് ഇവിടെ ഉള്ളത്. ലൈക്ക് 2 സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു മറ്റേ ആവരണം പോലെ ഒരു റിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ വന്ന സ്പീഡോമീറ്റർ, ഇത് RPM മീറ്ററും. പിന്നെ ഇവിടെ ഡിസ്പ്ലേ വരുന്നു. ഈ ഡിസ്പ്ലേക്ക് ഇനി ഓണായി വരാൻ സമയം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് AC യൂണിറ്റ് ഒന്ന് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റില്ല. യെസ് സാർ. ഓക്കെ, അപ്പം റേഡിയോ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി. ആൻഡ് സ്ക്രീന് ഒരുവിധം സ്ലീക്കാണ്, വേറെ പ്രശ്നമായിട്ടുള്ള ബട്ട് സ്റ്റിൽ ആവശ്യത്തിന് സ്ലീക്കാണ്. ഇറ്റ്സ് എക്സ്പെക്റ്റഡ് ആക്ച്വലി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AC വെൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AC വെൻസ് എന്നൊക്കെ പറഞ്ഞ് റൗണ്ടഡ് അല്ല, ഇപ്പം കുറച്ചുകൂടെ ഒരു കോംപ്ലക്സ് ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി മറ്റേ റൗണ്ടഡ് ആയതുകൊണ്ട് കുറേ പേർക്ക് ഭയങ്കര സിമ്പിളായി പോയെന്ന കുറച്ച് പേർക്കുള്ള പ്രശ്നമൊക്കെ ഇവിടെ അങ്ങ് മാറി കിട്ടും. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ USB പോർട്ട് ഉണ്ട്. USB-C അല്ല, USB സാധാ A ആണ്. ഇവിടെ വന്നത് മറ്റേ നമുക്ക് അല്ലാണ്ട് കുത്താൻ പറ്റുന്ന സെറ്റപ്പാണ്. അവിടുന്ന് നമുക്ക് കുത്തിയിട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺസ് ആയിട്ട് നമുക്ക് USB Type-C ചാർജറോ എന്തുവാണോ വെച്ചാൽ. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അപ്പം ഇതിപ്പം ന്യൂട്രലാക്കി കിടക്കുകയാണ്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർജിങ് Type-C ആണ് രണ്ടിലും വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കിൽ Type-Cയും ഫ്രണ്ടിൽ Type-C അല്ല. വൈ സുസുക്കി. പിന്നെ മൊത്തത്തിൽ സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റാണ്. ഞാൻ കുറേ റിവ്യൂസ് നോക്കി, ഇപ്പോൾ സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റാണ്. ഞാൻ സസ്പെൻഷൻ ഓൾസോ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെക്യുലറായിട്ട് ഇതിൽ പറയാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെന്ന് പറയുന്നത് 2024 സ്വിഫ്റ്റിൽ ഇപ്പം നമുക്ക് വരുന്നതെന്ന് Z സീരീസിൽ വരുന്ന എഞ്ചിനാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1.2 3 സിലിണ്ടർ എഞ്ചിൻസ് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സുസുക്കി സ്വിഫ്റ്റ്. ലൈക്ക് ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ 1.2 ലൈക്ക് Z സീരീസിൽ വരുന്ന എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. 3 സിലിണ്ടറാണ്, വിച്ച് ഈസ് അറൗണ്ട് പ്രൊഡ്യൂസിങ് അറൗണ്ട് നമുക്ക് പഴയ 3rd ജനറേഷൻ സ്വിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അറൗണ്ട് 90 PS ആയിരുന്നു. പക്ഷേ ഈ ഒരു സ്വിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറൗണ്ട് 82 PS മാത്രമാണ്. അതായത് ഏതാണ്ട് ഒരു 8 PS അടുപ്പിച്ച് ഡൗൺ ആയിട്ടുണ്ട്. ആസ് വെൽ ആസ് 1 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഡൗൺ ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ, സുസുക്കി അടുത്ത് ഉള്ള ഒഫീഷ്യൽ റിപ്പോർട്ട്സൊക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെയുള്ള ട്രെയിനിങ് ആയിട്ടുള്ളവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ, ഇനി മൂവിങ് ഫോർവേഡ് ലൈക്ക് അവരെല്ലാ കാറിലും ലൈക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ കാറിലും ഈ ഒരു Z സീരീസിലുള്ള എഞ്ചിനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്രൂഫാണ്. അതായത് അവരുടെ ഇനി അങ്ങോട്ട് വരുന്ന എമിഷൻ നോംസ്, നമുക്കിപ്പം BS6 പോലത്തെ എമിഷൻ നോംസുമായിട്ട് അത് ഫ്യൂച്ചർ പ്രൂഫ് ആയതുകൊണ്ടാണ് ആ ഒരു തീരുമാനം സുസുക്കി എടുത്തത്. ഇത് ഓട്ടിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നമുക്കിനി ഉടനെ അത് ചെയ്യാം. ഞാൻ ഇപ്പോൾ അല്ലാണ്ടൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഓട്ടിക്കാൻ
എന്ന് വെച്ചാൽ ലോ എൻഡ് RPM, ലോ റേഞ്ച് RPM ഇതിൽ ഭയങ്കര പഞ്ചുണ്ട്. മറ്റേതിനേക്കാളും കുറച്ചുകൂടെ പഞ്ചുണ്ട്, കാരണം സിറ്റി ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചുകൂടെ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇനിഷ്യൽ ടോർക്ക് കുറച്ച് കൂടുതലാണ്. പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പഴയ സുസുക്കിക്ക് 6K RPM, ലൈക്ക് 6000 RPM വരെ നമുക്ക് പവർ ബാൻഡ് സ്ട്രെച്ച് ആവുന്നുണ്ട്. പക്ഷേ ഇതിൽ 5.5 ലൈക്ക് 500 RPM ആകുമ്പോൾ തന്നെ നമുക്കൊരു ലിമിറ്റർ വന്ന് ഹിറ്റ് ചെയ്യും. സോ ഇറ്റ്സ് വെരി മച്ച് അൺഎക്സ്പെക്റ്റഡ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് പവർ അങ്ങ് യൂട്ടിലൈസ് ഫുള്ള് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരുവിധം ടോൾ ഗിയർഡ് ആണ് മൊത്തത്തിൽ വണ്ടി. അപ്പം സിറ്റിയിൽ ഒരുവിധം നല്ല തരത്തിൽ യൂട്ടിലൈസ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റും. പിന്നെ മെയിൻ സംഭവം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജ് അവർ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഓട്ടോമാറ്റിക്കും 25.9 ഓർ 25.8 ആസ് വെൽ ആസ് മാനുവൽ വരുമ്പോൾ 24.6 അങ്ങനെ എന്തോ ആണ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡീഷൻ ആക്ച്വലി. ആ ഒരു പുതിയ എൻജിൻ സീരീസ് ലൈക്ക് 1.2 3 സിലിണ്ടർ സെഡ് സീരീസ് എൻജിൻ സീരീസ് ലൈക്ക് ആ ഒരു മോഡലിൽ വരുന്ന എൻജിൻസിനെല്ലാം നല്ല മൈലേജ് ഉണ്ട്. ആൻഡ് ഒരു സിലിണ്ടർ കുറഞ്ഞെന്ന് പറഞ്ഞ റിഫൈൻമെൻറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഒരു 4 സിലിണ്ടറിൻ്റെ ഒരു റിഫൈൻമെൻറ്റിൻ്റെ അത്രയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ദേ മാനേജ്ഡ് ദ എൻജിൻ ബേ ഇൻ സച്ച് എ വേ ദാറ്റ് ലൈക്ക് അവിടെ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് ഒന്നും ഇങ്ങോട്ട് ലൈക്ക് പാസഞ്ചേഴ്സിനൊന്നും ക്രീപ്പിനാവത്തില്ല. പിന്നെ ഒരു അഡീഷൻ എന്ന് വെച്ചാൽ സസ്പെൻഷൻ ഇവർ 26 സെൻറ്റിമീറ്റേഴ്സ് അടുപ്പിച്ച് ബാക്കിൽ ലൈക്ക് മൊത്തത്തിലുള്ള സസ്പെൻഷൻ സിസ്റ്റത്തിൽ 26 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് അവർക്ക് പ്ലേ ലൈക്ക് ആ ഒരു ഗ്യാപ്പ് ഇവർ മെയിൻറ്റെയിൻ ലൈക്ക് ഇൻക്രീസ് ചെയ്ത്, സോ ദാറ്റ് നമ്മളൊരു ഹമ്പോ വല്ലതും കയറുമ്പോൾ തന്നെ ആ ഒരു പെട്ടെന്നുള്ള ഇമ്പാക്റ്റ് അത് പെട്ടെന്ന് ആ ഒരു അത്രയേ ഉള്ള ഒരു പ്ലേ അത് അബ്സോർബ് ചെയ്യും. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡീഷൻ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. മൊത്തത്തിൽ ആ വണ്ടിയുടെ ലുക്ക് തന്നെ അങ്ങ് മാറി. നമ്മൾ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്വിഫ്റ്റ് ആണെന്ന്, ഫ്രണ്ടിൽ നോക്കുമ്പോൾ മനസ്സിലാവും സ്വിഫ്റ്റ് ആണെന്ന്, ബാക്കിൽ നോക്കുമ്പോൾ സ്വിഫ്റ്റ് ആണെന്ന് മനസ്സിലാവും. പക്ഷേ നമുക്ക് 2024 പുതിയ സ്വിഫ്റ്റ് ആണെന്ന് മനസ്സിലാവും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വിച്ച് ഈസ് എ ഗ്രേറ്റ് തിങ് ആക്ച്വലി. ഇനിയിപ്പോൾ എൻ ക്യാപ്പിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ മെയിനായിട്ട് എല്ലാവരും ഡൗട്ട് അടിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ സ്വിഫ്റ്റ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ അതിന് 5 സ്റ്റാർ റേറ്റിംഗ് ലൈക്ക് 4 സ്റ്റാർ റേറ്റിംഗ് എന്നാണ് പറഞ്ഞത്. സോ അത് തന്നെയാണോ ഇതെന്നുള്ളൊരു കാര്യം ഇപ്പോഴും കൺഫേംഡ് അല്ല. എൻ ക്യാപ്പ് ഇപ്പോൾ ഇതിനെ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സിന് സ്വിഫ്റ്റ് ഉണ്ട്. സോ അത് വെച്ച് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇതിന് 20 കിലോസ് ആഡ് ആയിട്ടുണ്ട്. വണ്ടി മൊത്തത്തിലൊന്ന് റിജിഡ് ആയിട്ടുണ്ട് ആക്ച്വലി. വണ്ടിയുടെ ഒരു ഡോർ അടയ്ക്കുമ്പോൾ തഡും ആ ഒരു നമ്മൾ ഡിക്കി തുറക്കുമ്പോഴും വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലുള്ള ഒരു സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. സോ ഒരു 3 സ്റ്റാർ ഒക്കെ കിട്ടിയാൽ തന്നെ ഇപ്പം തന്നെ ഇതൊന്നും നോംസ് ഒന്നും മീറ്റ് ചെയ്യാണ്ട് ലൈക്ക് സേഫ്റ്റി നോംസ് അത്രയ്ക്ക് മീറ്റ് ചെയ്യാണ്ടിട്ട് പോലും സെയിൽസിൽ സ്വിഫ്റ്റ് ഒരു 1 ഓഫ് ദ ലൈക്ക് ടോപ്പ് 5-നകത്ത് വരുന്നൊരു കാറാണ്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു മിനി സെഗ്മെൻറ്റിൽ ലൈക്ക് ഒരു മിനി സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ഇപ്പോൾ SUV ആണല്ലോ എല്ലാവരും ലൈക്ക് SUV സോ കോൾഡ് SUV ആണല്ലോ എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പം ആകെ കുറച്ച് വണ്ടികളിലുള്ള ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ്. സോ ഈ വണ്ടിയിൽ ഇപ്പോൾ ഒരു 3 സ്റ്റാർ മിനിമം 3 സ്റ്റാർ 4 സ്റ്റാർ എങ്കിലും റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് അഡീഷൻ. ഈ കാർ കുറേ സെയിൽസ് പോകും. പിന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ അറൗണ്ട് 6 to 11 ഒക്കെയാണ് എക്സ്-ഷോറും വരുന്നത്. 6 to 13 12 അടുപ്പിച്ച് വരും. നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കിൻ്റെയും കൂടെ കൊളാബറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ സേഫ്റ്റി പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ്സ് വരും. അപ്പോൾ ഓവറോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ള റിവ്യൂ. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷോറൂമിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡീഷനായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയിൽ താഴെ. സോ ദാറ്റ് ഈ വണ്ടി ബുക്ക് ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ഷോറൂമിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാരുതി സുസുക്കി സൗത്ത് പാർക്ക് മോട്ടോഴ്സ് ആണ്. ലൈക്ക് അവിടെയാണ് ഈ ചാക്ക ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഈ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വണ്ടി ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്യുക, അങ്ങ് എടുക്കുക. കാരണം മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ പഴയ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. എൻജിൻ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഈ വണ്ടി എൻജിൻ ലൈക്ക് വണ്ടി റോഡിൽ ഇറക്കാൻ കുറച്ച് ദിവസം എടുക്കും. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ കുറച്ച് ദിവസം എടുക്കും. അതിൻ്റെ ഒരു കാലതാമസം എന്തായാലും കാണും. പക്ഷേ അല്ലാണ്ട് ഞാൻ മൊത്തത്തിലുള്ള റിവ്യൂ ബാക്കിയുള്ളവരെ അന്വേഷിച്ച് പുറത്തുള്ള എനിക്ക് നോർത്തിലോട്ടുള്ളവരെയും ബാക്കിയുള്ള റിവ്യൂ എല്ലാവരെയും അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മറ്റതിൻ്റെ അത്ര പെപ്പിയല്ല. എന്തൂസിയാസ്റ്റിക് ആയിട്ട് നിങ്ങൾ മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് 3rd ജനറേഷൻ അല്ലെങ്കിൽ 2nd ജനറേഷൻ അത്ര എന്തൂസിയാസ്റ്റിക് അല്ല. ബട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒരു മെച്യൂർ ഓഡിയൻസ് ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സൂട്ടഡ് ആവും. അതുമല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഫസ്റ്റ് 1.3 നമ്മുടെ സ്റ്റിഫസ്റ്റ് സുസുക്കി എവർ 1st ജനറേഷൻ സുസുക്കി സ്വിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് അത് കഴിഞ്ഞിട്ട് 2nd ജനറേഷൻ ഇറങ്ങിയപ്പോൾ 2nd ജനറേഷൻ എല്ലാവരും മറ്റേ എടുത്തേറില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതിന് പ്രോപ്പർ അതില്ല ഒരു എന്തൂസിയാസം ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ആദ്യം ഭയങ്കര ഡിമ്മായിരുന്നു സെയിൽസ്. പക്ഷേ ഇറ്റ് ലേറ്റർ ഓൺ ക്യാച്ചപ്പ്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ആ ലുക്ക് ഇഷ്ടപ്പെട്ടു, അതിനുള്ള ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. അപ്പം ആദ്യം ഈ ഒരു ഓഡിയൻസിൽ അത് ഗ്രോ ആവാൻ കുറച്ച് സമയം നിങ്ങൾ കൊടുക്കണം. ആദ്യം തന്നെ ഹേറ്റേഴ്സ് ഒന്നും പറയരുത് ഇതാണ്. പിന്നെ ചില കാറുകളുമായിട്ടൊക്കെ സാമ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ക്വയറ്റ് ഗുഡ് കാർ.
അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോ ലൈക്ക് ഇതിൻ്റെ റൈഡ് റിവ്യൂ നമുക്ക് ഈ കാർ ടെസ്റ്റ് ഡ്രൈവ് ലൈക്ക് റോഡിൽ ഇറക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസിന് വേണ്ടി ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് യുവർ സ്പോയ് സൈനിങ് ഔട്ട്. ടാറ്റാ ഗൈസ്.